ആർഎസ്എസിന്റെ പ്രിയപ്പെട്ട ആളായിരുന്നു സുരേഷ് ഗോപി. കേരളത്തിൽ ബി.ജെ.പിക്ക് സുരേഷ് ഗോപിയോട് അത്ര താല്പര്യമില്ലായിരുന്നു. ബി.ജെ.പി നേതാക്കൾ സുരേഷ് ഗോപിയുമായി അത്ര അടുപ്പത്തിലുമല്ല. സുരേഷ് ഗോപി ബി.ജെ.പി ഓഫീസിലേക്ക് വരികയോ പോവുകയോ ഒന്നും ചെയ്യാറില്ല. ഇലക്ഷൻ ജയിച്ച ശേഷം ആദ്യമായി ബി.ജെ.പി ഓഫീസിൽ പോയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ബി.ജെ.പി ഓഫീസിലേക്ക് കയറിയിട്ടില്ല എന്നാണ് ബി.ജെ.പി നേതാക്കൾ തന്നെ പറയുന്നത്. കേരളത്തിൽ രാഷ്ട്രീയ എതിരാളികളോട് പടപൊരുതി ബി.ജെ.പിയും ആർ.എസ്.എസും വളർത്തിയെടുത്ത ഒരുപാട് പ്രവർത്തകരും നേതാക്കളുമുണ്ട്. ഇപ്പോഴും പോലീസിൻ്റെയും രാഷ്ട്രീയ എതിരാളികളുടെയും എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ടോ നേരിട്ടുകൊണ്ടോ ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ബി.ജെ.പി നേതാക്കളുണ്ട്. താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് മുകളിലേക്ക് വളർന്നു വന്ന ബി.ജെ.പി നേതാക്കളുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത പരിഗണന കിട്ടുന്നു സുരേഷ് ഗോപിക്ക് എന്ന വിമർശനം ബി.ജെ.പി നേതാക്കൾക്ക് ഇടയിലുണ്ട്. പക്ഷേ അത് പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രം. കാരണം സുരേഷ് ഗോപിക്ക് പിടി നേരെ കേന്ദ്രത്തിലാണ്. സുരേഷ് ഗോപിയുടെ ഗോഡ് ഫാദർ 1 നരേന്ദ്രമോദിയും 2 അമിത്ഷായുമാണ്. അത് പരസ്യമായി തന്നെ തൃശ്ശൂർ വെച്ച് സുരേഷ് ഗോപി പറഞ്ഞതാണ്. അമിത്ഷായെ വേദിയിലിരുത്തിക്കൊണ്ടാണ് അത് പറഞ്ഞത്. അത് കേരളത്തിലെ നേതാക്കളിൽ വലിയ അതൃപ്തിക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ ആർ.എസ്.എസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ സുരേഷ് ഗോപിയോട് അടുപ്പം പുലർത്തുകയും സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ആർ.എസ്.എസിൻ്റെ കൃത്യമായ സംഘടനാ പ്രവർത്തനമാണ്, അടിത്തട്ട് മുതൽ അവർ നടത്തിയ പ്രവർത്തനമാണ് ഒരുപക്ഷെ തൃശ്ശൂരിൽ ബി.ജെ.പിക്ക് ജയിക്കാൻ കഴിഞ്ഞത് എന്നുകൂടി ഓർക്കണം. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാക്കളും ആർ.എസ്.എസിന്റെ നേതാക്കളും ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപിയെ മുൻനിർത്തി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അതിനൊക്കെ ഫലമായിട്ടാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് എന്നത് ഒരു വസ്തുതയാണ്. എന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും സുരേഷ് ഗോപിയോടൊപ്പം ഉണ്ടായിരുന്നു ആർ.എസ്.എസിന്റെ കേരളത്തിലെ നേതാക്കളും പ്രവർത്തകരും എന്നും. എന്നാൽ ഇന്നിതാ ആ ആർ.എസ്.എസിന് തന്നെ സുരേഷ് ഗോപിയെ വിമർശിക്കേണ്ടി വന്നു. സുരേഷ് ഗോപിക്കെതിരെ രംഗത്തി വരേണ്ടി വന്നു. 2024 സെപ്റ്റംബർ 6 കേസരി വാരിക. കേസരി എന്ന് വെച്ചാൽ ആർ.എസ്.എസിന്റെ മുഖവാരികയാണ്. ആർ.എസ്.എസിന്റെ നിലപാട്, ആർ.എസ്.എസിന്റെ പ്രവർത്തനങ്ങൾ ഒക്കെ അവരുടെ അണികളെ അറിയിക്കുന്നതിനും അണികളെ ആശയപരമായി ആയുധമണിയിക്കുന്നതിനും ഒക്കെ ആർ.എസ്.എസ് പുറത്തിറക്കുന്ന വാരികയാണ് കേസരി. ആർ.എസ്.എസിന്റെ മുഖവാരിക എന്ന് പറയാം. അങ്ങനെയുള്ള വാരികയിൽ സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് ലേഖനം വരുന്നു. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട് തന്നെ മാധ്യമങ്ങളും സുരേഷ് ഗോപിയും എന്നാണ്. ആ ലേഖനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ സൗമ്യമായി മാന്യതയോടെ പറഞ്ഞാൽ തീരുന്നതേയുള്ളൂ ആ പ്രശ്നം. അതിനു പകരം മന്ത്രി പൊട്ടിത്തെറിക്കാനും നിലവിട്ട് പെരുമാറാനും തുടങ്ങിയാൽ അത് അദ്ദേഹത്തെ മാത്രമല്ല പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മോശമായി ബാധിക്കും എന്ന്. നിലവിട്ട് പെരുമാറുന്നു സുരേഷ് ഗോപി എന്നർത്ഥം. കോപത്തോടുകൂടി പ്രതികരിക്കുന്നു എന്നർത്ഥം. പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ സൗമ്യമായി മാന്യതയോടെ പറഞ്ഞാൽ തീരുന്നതേയുള്ളൂ ആ പ്രശ്നം. അതിനു പകരം മന്ത്രി പൊട്ടിത്തെറിക്കാനും നിലവിട്ട് പെരുമാറാനും തുടങ്ങിയാൽ അത് അദ്ദേഹത്തെ മാത്രമല്ല പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മോശമായി ബാധിക്കും. എന്ന് വെച്ചാൽ ആർ.എസ്.എസിനെ ബാധിക്കും, ബി.ജെ.പിയെ ബാധിക്കും, സംഘപരിവാർ സംഘടനകളെ മുഴുവൻ ബാധിക്കും എന്നാണ് ആർ.എസ്.എസിന്റെ മുഖമാസികയിൽ ജി.കെ. സുരേഷ് ബാബു പേര് വെച്ച് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്. ആ ലേഖനത്തിന്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ സൗമ്യമായി മാന്യതയോടെ പറഞ്ഞാൽ തീരുന്നതേയുള്ളൂ ആ പ്രശ്നം. അതിനു പകരം മന്ത്രി പൊട്ടിത്തെറിക്കാനും നിലവിട്ട് പെരുമാറാനും തുടങ്ങിയാൽ അത് അദ്ദേഹത്തെ മാത്രമല്ല പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെയും മോശമായി ബാധിക്കും. ബി.ജെ.പിയുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കേന്ദ്രമന്ത്രി അല്ല സുരേഷ് ഗോപി. നേരത്തെ ഒ രാജഗോപാലും പിന്നെ വി മുരളീധരനും കേന്ദ്രമന്ത്രിമാർ ആയിട്ടുണ്ട്. ഇതിനേക്കാൾ മോശമായ രീതിയിൽ മാധ്യമപ്രവർത്തകർ ഇവരെ നേരിട്ടിട്ടുമുണ്ട്. പക്ഷേ അവരാരും ഈ തരത്തിൽ പ്രതികരിക്കാറില്ല. എത്ര മോശമായ രീതിയിൽ ചോദിച്ചാലും ഒരു പുഞ്ചിരിയോടെ മറുപടി പറയുകയും തനിക്ക് പ്രതികരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഒഴിവാകുകയോ ചെയ്യുന്ന വി മുരളീധരന്റെ രീതി ശ്രദ്ധേയമാണെന്നും ലേഖനത്തിൽ പറയുന്നു എന്ന്. സുരേഷ് ഗോപി ആദ്യത്തെ കേന്ദ്രമന്ത്രിയല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ആദ്യത്തെ കേന്ദ്രമന്ത്രിയല്ല. കേരളത്തിൽ നിന്ന് ബി.ജെ.പിയുടെ തന്നെ കേന്ദ്രമന്ത്രിമാർ ഉണ്ടായിട്ടുണ്ട്. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അതിനു മുമ്പ് ഒ രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നു. എത്ര മോശപ്പെട്ട ചോദ്യം എവിടെ നിന്ന് ഉയർന്നു വന്നാലും അതിനോടൊക്കെ സൗമ്യമായി പ്രതികരിക്കുന്ന നേതാക്കളാണ് ഒ രാജഗോപാലും വി മുരളീധരനും. വി മുരളീധരൻ
അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹം മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതി, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്, ശ്രദ്ധേയമാണ്. ആ പാത പിന്തുടരണം സുരേഷ് ഗോപി എന്ന് ഉപദേശിക്കുകയാണ്, അതല്ലെങ്കിൽ നിർദ്ദേശിക്കുകയാണ് കേസരിയുടെ ഈ ലേഖനത്തിൽ ചെയ്യുന്നത്. അവിടെയും അവസാനിപ്പിക്കുന്നില്ല. അതിനുശേഷം പറയാണ്, സുരേഷ് ഗോപി പറഞ്ഞത് താൻ എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കി അവിടുത്തെ കാര്യങ്ങൾ മാത്രം ചോദിക്കണം എന്നതാണ്. ഈ നിലപാട് മാധ്യമ പ്രവർത്തനത്തിൽ നടക്കുന്ന കാര്യമല്ല. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സർക്കാരിൻ്റെയും BJPയുടെയും നിലപാട് സംബന്ധിച്ച് ജനങ്ങൾക്ക് അറിയാനുള്ള ഏത് കാര്യവും ചോദിക്കാനുള്ള അവകാശം മാധ്യമ പ്രവർത്തകർക്കുണ്ട്. മറുപടി പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാനുള്ള അധികാരം മന്ത്രിക്കുമുണ്ട്. ചോദ്യം എന്താവണമെന്ന് പറയാനുള്ള അധികാരം ഒരു മന്ത്രിക്കുമില്ലെന്നും ലേഖനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് RSSന്റെ മുഖവാരികയായ കേസരി ചൂണ്ടിക്കാണിക്കുന്നത്. സുരേഷ് ഗോപി പറഞ്ഞത് താൻ എവിടെ നിന്ന് വരുന്നു എന്ന് നോക്കി അവിടുത്തെ കാര്യങ്ങൾ മാത്രം ചോദിക്കണം എന്നതാണ്. ഇതോടുകൂടി സംഭവം എന്താണ് എന്ന് പ്രേക്ഷകർക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത കാലത്ത് അമ്മയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളുണ്ട്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ സമർപ്പിക്കുകയും സർക്കാർ അത് പുറത്തുവിടുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. നിരവധി വെളിപ്പെടുത്തലുകൾ നടിമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ട്. അമ്മയുടെ ഭാരവാഹികൾ ഒന്നടങ്കം രാജിവെച്ചു പോയ സംഭവമുണ്ട്. അമ്മയുടെ ജനറൽ സെക്രട്ടറി തന്നെ കേസിൽ കുടുങ്ങുന്ന അവസ്ഥയുണ്ട്. മുകേഷിനെതിരെ കേസെടുത്തു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയെ കാണുന്നത്. ഒരു പ്രാവശ്യം സുരേഷ് ഗോപിയെ കണ്ടു. സുരേഷ് ഗോപി രോഷത്തോടെ സംസാരിച്ച് മതിയാക്കിപ്പോയി. അമ്മ എന്ന സംഘടനയെക്കുറിച്ച് ഞാനൊന്നും പറയില്ല, മുകേഷ് അങ്ങനെ ചെയ്യില്ല, മുകേഷ് അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്നൊക്കെ പറഞ്ഞ് മുകേഷിനെയും സിദ്ദിഖിനെയും ന്യായീകരിക്കുകയാണ് ചെയ്തത് സുരേഷ് ഗോപി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ നിലപാടിനെ തള്ളിപ്പറയുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. കേന്ദ്രമന്ത്രിയാണ് BJP നേതാവാണ്, BJPയുടെ MP ആണ്. BJP MPയും കേന്ദ്രമന്ത്രിയും പറഞ്ഞതാണോ BJPയുടെ നിലപാട് എന്ന് സ്വാഭാവികമായും കെ സുരേന്ദ്രനോട് ചോദിക്കും. കെ സുരേന്ദ്രൻ പക്ഷേ അതിന് നേരെ വിരുദ്ധമായ, സുരേഷ് ഗോപിയുടെ നിലപാടിന് ഘടകവിരുദ്ധമായ നിലപാടാണ് പറഞ്ഞത്. അതോടുകൂടി മാധ്യമപ്രവർത്തകർ കെ സുരേന്ദ്രന്റെ നിലപാട് ഇങ്ങനെയാണല്ലോ എന്ന് ചോദിക്കാൻ പോകും. അസ്വാഭാവികമാണ്. അങ്ങ് ചോദിക്കാൻ പോയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ നേരെ തട്ടിക്കയറിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഡയലോഗ് വളരെ പ്രസിദ്ധമാണ്. ഞാൻ വീട്ടിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ വീട്ടിലെ കാര്യം ചോദിക്കണം, ഞാൻ അമ്പലത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ അമ്പലത്തിലെ കാര്യം ചോദിക്കണം, ഞാൻ അമ്മയുടെ ഓഫീസിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കണം, ഞാൻ കേന്ദ്രമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് ചോദിക്കണം. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഭരത്ചന്ദ്രൻ ഭാഷയിൽ. ഇപ്പോഴും ഭരത്ചന്ദ്രൻ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ഭരത്ചന്ദ്രൻ ഇതുവരെയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. അതുകൊണ്ടാണ് ഇത്തരം ഡയലോഗുകളൊക്കെ സിനിമയിൽ എന്ന പോലെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. ഏതായാലും അത് വലിയ ചർച്ചയായി മാറിയിരുന്നു. ട്രോളിന്റെ പെരുമഴയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. സുരേഷ് ഗോപി എന്ന വിഗ്രഹം ഇങ്ങനെ തകർന്ന് തരിപ്പണമായി താഴെ വീഴുന്ന അവസ്ഥ. BJPക്കും RSSനും സംഘപരിവാർ സംഘടനകൾക്കും സുരേഷ് ഗോപി ഒരു ബാധ്യതയാവുകയാണ് എന്ന് BJP നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ആ കാര്യത്തിലേക്ക് ഇപ്പോൾ RSSും എത്തിയിരിക്കുന്നു. BJP നേതാക്കൾ നേരത്തെ തന്നെ സുരേഷ് ഗോപിക്ക് എതിരായിരുന്നു, പക്ഷേ RSS അദ്ദേഹത്തോടൊപ്പമായിരുന്നു. പക്ഷേ RSS ഇതാ ഇപ്പോൾ നിശിതമായി വിമർശിച്ചുകൊണ്ട്, സുരേഷ് ഗോപിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ സുരേഷ് ഗോപി, നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല, RSSനെയും BJPയെയും അപമാനിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന നിലപാടിലേക്ക് നിങ്ങളുടെ കാര്യം പോകുന്നു. നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെ കുഴപ്പത്തിലാക്കുന്ന രീതിയിലേക്കാണ് നിങ്ങളുടെ കാര്യങ്ങൾ പോകുന്നത്. ഒരു കേന്ദ്രമന്ത്രിയല്ല, ഇതിനു മുമ്പും BJPക്ക് കേന്ദ്രമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. O രാജഗോപാലും V മുരളീധരനും ഉണ്ടായിട്ടുണ്ട്. അവരെ കണ്ടുപഠിക്കണം, പ്രത്യേകിച്ച് V മുരളീധരനെ കണ്ടുപഠിക്കണം എന്നാണ് RSSന്റെ മുഖമാസികയായ കേസരിയിൽ പറയുന്നത്. GK സുരേഷ് ബാബു പേര് വെച്ച് എഴുതിയ ലേഖനമാണ്. അതുകൊണ്ട് തന്നെയാണ് RSSന്റെ അഭിപ്രായമാകാനാണ് സാധ്യത ഇത്. എന്ന് വെച്ചാൽ BJP നേരത്തെ തള്ളിപ്പറഞ്ഞു സുരേഷ് ഗോപിയെ, ഇതാ RSSും തള്ളിപ്പറയുന്നു എന്നർത്ഥം. ഇനി അധികകാലം അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയായി RSSന്റെ BJPയുടെ ഒക്കെ പ്രീതി പിടിച്ചുപറ്റി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തോന്നുന്നില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം മെല്ലെ മെല്ലെ താഴോട്ട് അല്ലെങ്കിൽ ഒരു ഇറക്കത്തിലേക്കാണോ എന്ന ചോദ്യം വരെ ഉയരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം സിനിമയിൽ അഭിനയിക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ. ഇപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം പുറകോട്ട് മാറിയിട്ടുണ്ട്. എപ്പോഴാണ് വീണ്ടും അദ്ദേഹം സിനിമയുടെ ഭാഗമാവുക എന്നൊക്കെ അറിയാനുള്ള കൗതുകം എല്ലാവർക്കുമുണ്ട്. കേന്ദ്രമന്ത്രി സ്ഥാനം വേണമെങ്കിൽ ഞാൻ വലിച്ചെറിയും എന്നൊക്കെ പറഞ്ഞത് BJPയിലും RSSലുമൊക്കെ വലിയ അതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ആ സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോഴിതാ BJPയുടെ മുഖവാരികയിൽ തന്നെ ലേഖനം വന്നിരിക്കുന്നു സുരേഷ് ഗോപിക്ക് എതിരെ.